നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഏവർക്കും ന്യൂസ് കേരളയുടെ സ്വാതന്ത്ര്യദിന ആശംസകൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. മൂന്നാമത്തെ വലിയ സമ്പദ് ശക്തിയായി ഇന്ത്യ മാറുന്നുവെന്നും കർഷകർ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കിയെന്നും നാരീശക്തി ഇന്ത്യയുടെ സമ്പത്താണെന്നും പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തുകയാണെന്നും സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. അതിനുശേഷം ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. കർഷകർ, സ്ത്രീകൾ, ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവരടക്കം 6000 പേർ ഇത്തവണ ചടങ്ങുകൾക്ക് വിശിഷ്ട അതിഥികളായി എത്തും. വിവിധ സംസ്ഥാനങ്ങളിലെ 2000-ഓളം കലാകാരന്മാരും ചെങ്കോട്ടയിൽ പരിപാടികൾ അവതരിപ്പിക്കും. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും രാജ്യ തലസ്ഥാനത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. വയനാട് ദുരന്തത്തിന്റെ പ്രഹരശേഷി വർദ്ധിപ്പിച്ചത് ഉരുൾപൊട്ടലിനിടെ ഉണ്ടായ ഡാമിംഗ് ഇഫക്റ്റ് അഥവാ അണക്കെട്ട് പ്രതിഭാസമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ നിഗമനം. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ 3 ഉരുൾപൊട്ടലുകളാണ് രാത്രി 12:45 മുതൽ പുലർച്ചെ വരെ ഉണ്ടായത്. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന ഭീമൻ പാറക്കെട്ടുകളും മരത്തടികളും അടിഞ്ഞുകൂടി പുഞ്ചിരി മട്ടത്തോട് ചേർന്ന് അണക്കെട്ട് പോലെ രൂപപ്പെട്ടു. മണിക്കൂറുകൾക്കിടയിലുണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഈ അണയും തകർന്നതോടെ ഉരുളിന്റെ പ്രഹരശേഷി വർദ്ധിച്ചുവെന്നാണ് നിഗമനം. പരമാവധി 1.5 കിലോമീറ്റർ ദൂരം ഒഴുകിയെത്തി ശക്തി കുറഞ്ഞ് അവസാനിക്കേണ്ട ഉരുൾപൊട്ടലിന്റെ പ്രഹരശേഷി ഡാമിംഗ് ഇഫക്റ്റ് മൂലം 7 കിലോമീറ്ററിലധികം വ്യാപിപ്പിച്ചു. വയനാട് ദുരന്തത്തെ തുടർന്ന് 10 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രദേശത്ത് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. ദുരന്തഭൂമിയിൽ സന്ദർശകർ എത്തരുതെന്നും കർശന നിയന്ത്രണം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര ധനസഹായമായി 379 പേർക്ക് 10,000 രൂപ വീതം കൊടുത്തു. ബാക്കിയുള്ളവർക്ക് വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ 2 ദിവസം കൂടി തെരച്ചിൽ തുടരുമെന്നും DNA ക്രോസ് മാച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ വീണ്ടും തുടങ്ങി. ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തി. ലോറിയിൽ മരത്തടികൾ കെട്ടാനുപയോഗിച്ച കയറും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. നേവിയുടെ തെരച്ചിലാണ് നിർണായക കണ്ടെത്തൽ. പുതുതായി ലോറിയുടെ ഗിയറിന്റെ ഭാഗമാണെന്ന് കരുതുന്ന ലോഹങ്ങളാണ് കണ്ടെത്തിയത്. ഇത് അർജുൻ്റെ ലോറിയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ സീരിയൽ നമ്പർ ഉൾപ്പെടെ പരിശോധിക്കണം. ഇതിനായി ഭാരത് ബെൻസ് കമ്പനിക്ക് ലോഹഭാഗങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. കർണാടകയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടി തെരച്ചിലിനായി ഗോവയിൽ നിന്ന് ട്രഡ്ജർ എത്തിക്കാൻ തീരുമാനം. തിങ്കളാഴ്ചത്തോടെ ട്രഡ്ജർ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ട്രഡ്ജർ എത്തിക്കുന്നതിനായി 50 ലക്ഷം രൂപ ചെലവ് വരും. 22 ലക്ഷം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചെലവ്. ജലമാർഗത്തിലായിരിക്കും ട്രാൻസ്ജർ എത്തിക്കുകയെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനിച്ചു. അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ നിർണായക തെളിവ് ലഭിച്ചെന്ന് രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്ന ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു. ഇന്നലത്തെ അടക്കം തെരച്ചിലിൽ കയറടക്കം കണ്ടെത്തിയതിനാൽ അർജുൻ്റെ ലോറി പുഴക്കടിയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായെന്നും അവർ വിവരിച്ചു. ട്രഡ്ജർ എത്തുന്നതുവരെ ഡ്രൈവർമാർ തെരച്ചിൽ നടത്തുമെന്നും ട്രഡ്ജർ എത്തിയ ശേഷം തെരച്ചിൽ ഏത് തരത്തിൽ വേണമെന്ന് തീരുമാനമെടുക്കുമെന്നും കളക്ടർ വിവരിച്ചു. ഓണത്തോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. ഓണത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ അവശ്യ സാധനങ്ങളുടെ വില നിലവാരം ചർച്ച ചെയ്ത് മന്ത്രി വിവിധ വകുപ്പുകൾ സ്വീകരിച്ചിട്ടുള്ള നടപടികളും വിലയിരുത്തി. ആഫിർ വിഷയവുമായി ബന്ധപ്പെട്ട് KK ശൈലജ മാപ്പ് പറയണമെന്ന് ഹൈബി ഈഡൻ MP. KSU കാലം മുതൽ ഒരുമിച്ച് നടന്നവനാണ് ഷാഫി പറമ്പിലെന്നും എനിക്കറിയാവുന്ന ഷാഫിയെ വടക്കേക്കറിയാമെന്നും വർഗീയ പ്രചരണത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശൈലജയ്ക്ക് കഴിയില്ലെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. വടകരയിലെ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അധ്യാപകനായ റിബേഷ് രാമകൃഷ്ണനെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പരാതി. റിബേഷ് സർവീസ് ചട്ടം ലംഘിച്ചുവെന്നും വർഗീയ പ്രചരണം നടത്തിയ അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി
ദിൽഫിഖർ പരാതിയിൽ നൽകിയിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 6 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. SDRFിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും കൂടി ചേർത്താണ് 6 ലക്ഷം ലഭിക്കുക. മരിച്ചവരുടെ കുടുംബാംഗങ്ങളില്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകുക. ഇതിനായി പിന്തുടർച്ചാ അവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ദുരന്തത്തിൽ 70% അംഗവൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപയും 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപയും ധനസഹായം നൽകും. വയനാട്ടിലെ ദുരിതബാധിത കുടുംബത്തിന് പ്രതിമാസം 6,000 രൂപ വാടക ഇനത്തിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും വാടക തുക ലഭിക്കും. സൗജന്യ താമസമൊരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നതിനാൽ മുഴുവനായി സ്പോൺസർഷിപ്പ് മുഖേന താമസ സൗകര്യമൊരുക്കുന്ന കെട്ടിടങ്ങളിലോ സർക്കാർ സംവിധാനങ്ങളിലേക്ക് മാറുന്നവർക്ക് വാടക തുക ലഭിക്കില്ല. വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റികൾ, സർക്കാർ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, കമ്മീഷനുകൾ, ഡയറക്ടറേറ്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റോ പുതുക്കിയ രേഖകളോ നൽകുമ്പോൾ യാതൊരുവിധ ഫീസും ഈടാക്കാൻ പാടുള്ളതല്ലെന്ന് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുരങ്കപ്പാത ഉൾപ്പെടെയുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നേരത്തെ തുരങ്കപ്പാതയുമായി ബന്ധപ്പെട്ട എല്ലാ പഠനങ്ങളും നടന്നിട്ടുണ്ട്. പല സ്ഥലത്തും തുരങ്കങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. തുരങ്കങ്ങളൊന്നും തന്നെ മറ്റ് സ്ഥലത്ത് ഒരു ദുരന്തം ഉണ്ടാക്കുന്നതായി ലോകത്ത് ഒരിടത്തും കണ്ടിട്ടില്ലെന്നും ഇത് പഠന വിഷയമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും നാളെ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.